നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല നാടൻ കോഴിയെ പിടിച്ച് ഈ ബ്രോയിലർ കോഴി ആക്കിയതുപോലുള്ള ഒരു മേക്ക് ഓവർ നല്ല കോമഡി ആയിരുന്നു. ഒന്നാമത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, മനസ്സും തകർന്നിരിക്കുക. അതിനിടയിലും നിങ്ങളുടെ ഇങ്ങനത്തെയുള്ള സംസാരം കൂടി കേട്ടു നിൽക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നീ എന്താ അത്രയ്ക്കങ്ങ് നന്നായി പോയോ? യമുനാ നദിയിലൊക്കെ മുങ്ങി സ്വയം ശുദ്ധീകരിച്ച മട്ടുണ്ടല്ലോ. എന്റെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ യമുനയിലൊന്നും മുങ്ങണമെന്നില്ല. ചിലർക്ക് 7 ഗംഗയിൽ മുങ്ങി കുളിച്ചാലും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സംസാരം കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഞാൻ തോറ്റെന്നോ എനിക്ക് മറുപടിയില്ലെന്നോ അല്ല. പിന്നെ പിടിച്ചു നിർത്തിയേക്കുന്നോണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അനിയത്തിയോടൊന്ന് പറഞ്ഞേക്കണം, പാലിൽ ഉറക്കം മരുന്ന് ചേർക്കുന്ന ഈ പഴഞ്ചൻ ഐഡിയ ഒന്ന് നിർത്താൻ. അത് എന്നോട്. അവള് കുപ്പിപ്പാല് കുടിക്കുന്ന സമയത്തെ ഓണം കൊണ്ട് തുടങ്ങിയവളല്ലേ. അമ്പിളി ചേച്ചി എന്നോട് പറഞ്ഞു, പാലുമായിട്ട് അവരെ നിർബന്ധിച്ച് അനക പറഞ്ഞു വിട്ട കാര്യം. ഇതിൽ അനഘയെ ഞാൻ കുറ്റം പറയില്ല, കാരണം ചേച്ചി ഉറക്കം വരുന്നതിന്റെ ആളാണല്ലോ. ഞാൻ പോയില്ല എന്ന് നിങ്ങൾ എന്നോട് വെല്ലുവിളിച്ചു, ഞാൻ പോകുമെന്നു. ഞാൻ പോയി തിരികെ വന്നു. വന്നതല്ല, നിന്റെ അഹങ്കാരത്തിന് ഈശ്വരനായിട്ട് വരുത്തിയതാ. നീ എഴുതി വെച്ച കത്ത് ഞാൻ വായിച്ചു. നിനക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയുടെ ഫലമാ നീതെ ഇങ്ങനെ നിൽക്കുന്നത്. നിന്നെ ഞാൻ അങ്ങനെ സന്തോഷിക്കാൻ വിടില്ലെന്ന് പണ്ടേ തീരുമാനിച്ചതാ. ഈ വീടിന്റെ അടുക്കളയില് ഇവിടെയുള്ളവർക്ക് വെച്ച് വിളമ്പി എച്ചിൽ പാത്രം കഴുകാനും ഒക്കെയാ നിന്റെ വിധി. ആ വിധിക്കപ്പുറത്തേക്ക് ഒരടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ എനിക്കൊരു അബദ്ധം പറ്റി. അല്ലെങ്കിൽ നിനക്കൊരു ഉറക്കഗുളിയുടെ ആവശ്യമുള്ളെന്ന് അവക്ക് തോന്നിക്കാണും. പക്ഷെ ഇനി നീ ഇവിടെ വിട്ട് ഒരിടത്തേക്കും പോയില്ല. അവന്തികയാ പറയുന്നേ. ആര് പറഞ്ഞു പോവില്ലെന്ന്? അടുത്ത യാത്രയും പ്ലാൻ ചെയ്താ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ സച്ചേട്ടനെ കൊണ്ടുപോകും. അന്നും വരണം, ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഉറക്കഗുളിയായിട്ട്. ഇനി നിനക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഒരിടത്തും പോവില്ല. നിന്നെ പിടിച്ച് പൂട്ടിയിട്ടിട്ടായാലും നിന്റെ സന്തോഷം ഞാൻ ഇല്ലാതാക്കും. ഇപ്പൊ തന്നെ ഞാൻ ഒന്നും ചെയ്യാതെ നീ തിരിച്ചു വന്നില്ലേ? നിന്റെ ചേട്ടന് അപകടം പറ്റിയെന്ന് അറിഞ്ഞ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഈശ്വരൻ എന്റെ കൂടെയാണെന്ന്. ഈശ്വരനും നിന്റെ തലവിധിയും അവന്തികയെ ഒരുമിച്ച് നിന്നാലേ നീ യാത്ര പോകുന്നത് അങ്ങ് പരലോകത്തേക്കായിരിക്കും. നീ കാരണം എന്റെ അനിയനു പോലും സന്തോഷവും സമാധാനവും ഇല്ലെന്നുള്ളതാ കഷ്ടം. നിന്നെപ്പോലൊരുത്തിയെ അവന്റെ തലയിലേക്ക് ഞാനാണല്ലോ വെച്ചുകൊടുത്തെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. സച്ചിക്ക് ചേർന്നൊരു പെണ്ണേ അല്ല നീ. ഒന്ന് പൊയ്ക്കൂടെ എങ്ങോട്ടെങ്കിലും? നിലവാരമില്ലാത്ത ധാരാളം TV സീരിയൽ കാണാറുണ്ടല്ലേ? വേറൊന്നും പറഞ്ഞ് ജയിക്കാനാവാത്തോണ്ട് സീരിയൽ തന്ത്രം കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഇതൊക്കെ പറയുമ്പോ കേട്ടു നിന്ന് ഞെട്ടാനും അതോർത്ത് കരയാനും നിങ്ങൾ കാണുന്ന സീരിയൽ നായികയല്ല ഞാൻ. സച്ചിക്ക് ചേർന്ന പെണ്ണാണ് അർച്ചന എന്നുള്ളത് മുമ്പേ സ്ഥാപിച്ചു കഴിഞ്ഞ കാര്യം. പിന്നെ എന്നെ സച്ചിനെയും കുറിച്ച് പറഞ്ഞ് എന്നെ മാനസികമായി തളർത്താനാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ടാവില്ല. ആയാലും ഞാൻ തളരുകയില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി കേട്ടോണം. അനൂപേട്ടന്റെ അപകടം മറ്റാരറിയുന്നതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞതിന് പിന്നെ വേറെ ആരും അറിയാത്തൊരു കഥയുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. അതിന്റെ ശിക്ഷ കുറച്ചു കൂടുതലായിരിക്കും. അനൂപേണ്ണി വിധി ദൈവം വിധിച്ചതല്ലെങ്കിൽ
അത് ചേച്ചവരുടെ തലവരെ മാറ്റി വരയ്ക്കുന്നുണ്ട് ഈ അർച്ചന. എല്ലാവരും നിമിത്തമല്ല സച്ചേട്ടാ, നമ്മൾ രണ്ടപരിചിതർ ഒന്നിച്ചതും ഇവിടം വരെ എത്തിയതും ഒക്കെ. നിമിത്തമല്ല, ഭാഗ്യം. എന്റെ ഭാഗ്യ ഇതെല്ലാം. നല്ലൊരച്ഛന്റെ മകനായി, സ്നേഹിക്കുന്ന സഹോദരങ്ങളുടെ ഏട്ടനായി, തന്റെ ഭർത്താവായി ഈ ജന്മത്തിലെ സകല സന്തോഷങ്ങളും ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. സച്ചേന്റെ ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തരുന്നുണ്ട്. പക്ഷേ എന്റെ പേടി അതല്ല. ഞാൻ കൂടുതൽ സന്തോഷിക്കുമ്പോഴൊക്കെ അതിന് പിന്നിൽ വലിയൊരു കരച്ചിൽ തന്നിട്ടുണ്ട് ഈശ്വരൻ. ആ ഒരു പേടിയാ എനിക്കിപ്പോ ഉള്ളത്. എങ്കിലേ അങ്ങനൊരു പേടി വേണ്ട. തന്റെ കണ്ണ് നിറയാൻ നോക്കേണ്ട ആള് ഞാനാ. ഭർത്താവായും കൂട്ടുകാരനായും ഒക്കെ എപ്പോഴും ഞാൻ തന്നോടൊപ്പം ഉണ്ട്. ഒരു കാരണത്താലും താൻ വിഷമിക്കേണ്ടി വരില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. പിന്നെ ഇന്നലെ ഞാൻ തനിക്കൊരു വാക്ക് തന്നിരുന്നു. സന്ദീപിനെ ആദരയും കൊണ്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന്. അതിന്റെ ഉത്തരവാദിത്വം തനിക്കാ. സ്ഥലവും തീയതിയെല്ലാം താൻ പ്ലാൻ ചെയ്താൽ മതി. തന്റെ ആ ആഗ്രഹം കൂടി നമുക്കങ്ങ് നിറവേറ്റിക്കളയാം. സച്ചേട്ടാ, ഒരു മിനിറ്റ്. താനെന്താ നോക്കുന്നേ? എന്റെ ഒരു ഡയറി ഞാനിവിടെ വച്ചായിരുന്നു. സച്ചേട്ടൻ കണ്ടായിരുന്നു അത്? അവിടെ എവിടെയെങ്കിലും കാണും. അല്ല, എന്താ ഡയറിയില്? തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? അങ്ങനത്തെ ശീലമൊന്നുമില്ല. തോന്നുന്ന കാര്യങ്ങളൊക്കെ വെറുതെ കുത്തിക്കുറിച്ച് വെക്കും. എന്തിനാ ഇത്? അതിൽ കൂടുതലും ഞാൻ എഴുതിയിരിക്കുന്നതേ എന്റെ മനപ്രയാസങ്ങളാ. സന്തോഷത്തോടെ ഇപ്പൊ രണ്ടുപേരെ എഴുതാൻ തോന്നുന്നു എനിക്ക്. മാത്രല്ല, എന്റെ കുറച്ച് ആഗ്രഹങ്ങളും ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.